ഒരിക്കൽ ഒരമ്മ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ഈ സംസാരത്തോട് വിരക്തിയായി. കുട്ടികളൊക്കെ വളർന്നു വലിയവരായി, പ്രാപ്തരായി. ഇനിയിപ്പോ പറയത്തക്ക ഉത്തരവാദിത്തങ്ങളൊന്നും എനിക്കില്ല. ഇനിയിപ്പോ ഈ പ്രപഞ്ചം വിടണമെന്ന തോന്നലായി തുടങ്ങി. പക്ഷേ പേരക്കുട്ടികളുമായിട്ട് ഞാൻ വളരെ അടുപ്പത്തിലാണ്. എപ്പോഴും അവരെ പരിപാലിക്കുന്ന ജോലിയാണ്. എന്നാലും ഇപ്പോഴും എനിക്ക് വീട് വിടണം എന്നൊരു ചിന്തയുണ്ട്. അപ്പോ ഭഗവാൻ ചോദിച്ചു, വീട് വിട്ടിട്ട് എന്ത് ചെയ്യാൻ പോവാ? അപ്പൊ പറയും, ഗംഗാതീരത്ത് ഒരു കുടില് കെട്ടി അതിലൊരു ശ്രീകൃഷ്ണ വിഗ്രഹം സ്ഥാപിച്ച് ദിവസവും അതിനെ കുളിപ്പിച്ച് പൂജ ചെയ്ത് നിവേദ്യം അർപ്പിക്കാം. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോണേന്ന് പറയുവാണ്. അപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസര് ചോദിച്ചു, ഈ വിഗ്രഹം കല്ലുകൊണ്ടുള്ളതല്ലേ? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അതെ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, കല്ലുകൊണ്ടുള്ള വിഗ്രഹത്തിൽ കൃഷ്ണനെ കാണുന്നുണ്ട് അല്ലേ? അവര് പിന്നെയും പറഞ്ഞു, അതെ. അപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസര് ചോദിച്ചു, നിങ്ങൾക്ക് കല്ലുകൊണ്ടുള്ള വിഗ്രഹത്തിൽ ഭഗവാനെ കാണാൻ കഴിയുന്നു എങ്കിൽ പേരക്കുട്ടികളിൽ എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല? അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഭഗവാൻ എന്ന് കരുതി പേരക്കുട്ടികളെ കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, ഉറക്കുക, എന്തൊക്കെ നിങ്ങൾ ആ വിഗ്രഹമാകുന്ന ശ്രീകൃഷ്ണനിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ കൃഷ്ണനായി കണ്ടുകൊണ്ട് പേരക്കുട്ടികളെ പരിപാലിക്കുക. ഇതുകൊണ്ട് എന്താ അർത്ഥാക്കുന്നത്? നമ്മുടെ നിത്യകർമ്മങ്ങളുടെ മധ്യത്തിൽ ഭഗവത് ഭാവന കൊണ്ടുവന്നാൽ ആ കർമ്മങ്ങളൊക്കെ സാധനകളായി മാറുന്നു, ഭഗവത് ഭജനകളായി മാറുന്നു. അതിന് വേറെ സ്ഥലം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മുടെ വീട് തന്നെയാണ് യഥാർത്ഥ സ്ഥലം.